എന്റേതായിട്ടുള്ള രീതികളുണ്ട്. ഇയാൾ ഒരുമാതിരി പെണ്ണെ മര്യാദയ്ക്ക് സംസാരിച്ചോ. എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. ആ ബോധം ഉണ്ടല്ലോ നിനക്ക്. ഇപ്പം അമ്മൻ്റെ ആണ്ടാണ് വേണ്ടേ, എൻ്റെ ആങ്ങളമാരും അനിയത്തിമാരൊക്കെ വരും കുറച്ചു നേരം കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഇങ്ങനെ മോന്തി കയറ്റിക്കൊണ്ടിരിക്കണ്ട. എന്താണെങ്കിലും നമുക്കിത് കഴിഞ്ഞ് സംസാരിക്കാം. ഒരു സംസാരിക്കലുമില്ല അമ്മ. ഇന്ന് ഞാൻ തീരുമാനം എടുത്തതാ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. എന്തായാലും എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അമ്മായി പൂജന്റെ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കണേ? അമ്മ ചോദിക്കണ്ടായിരുന്നു. ആ അത് മോനെ ഞാൻ ആ വർക്ക് ഏരിയൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വന്ന് എടുത്തു കൊടുക്കാം. നീ നേരെ അങ്ങോട്ട് വരാൻ നോക്ക്. ഹാ ചേച്ചി എപ്പോ വന്നു? അപ്പോഴേ അമ്മയോട് ചോദിച്ചപ്പോ വിനോദേട്ടനെയും കണ്ടിട്ട് ചേച്ചി വൈകിട്ടേ വരൂ എന്നാ പറഞ്ഞു. നേരത്തെ എത്തിയോ? ആ മോനെ. ആ പിന്നെ ഞാൻ രാവിലെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവനെന്തോ എക്സാം ആണ്, വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അവനുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു കൂട്ടായിട്ടുണ്ടാവും. ആ അവന് പഠിക്കാനൊക്കെ ഉണ്ടേ, പിന്നെ നാട്ടിൽ വന്നാലും നടക്കില്ല. ആ വിനോദേട്ടനായിരിക്കില്ലേ? ചേച്ചി എന്തായാലും സംസാരിച്ചിട്ട് വാ, ഞാൻ അപ്പുറത്ത് കാണാം. ആ ഞാൻ വരാം. ഗീതു, എടാ സോറി കേട്ടോ. ഞാനേ അപ്പോഴത്തെ ഒരു ഇതിൽ എന്തോ ഒരിക്കലും നിന്നോട് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോയതാ. നീയൊന്നും വിചാരിക്കല്ലേ, സോറി. എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്കാണോ സംസാരിക്കുക? വിനോദ് അത്യാവശ്യം പഠിച്ച നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ. എന്താണെങ്കിലും ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു മാന്യതയിൽ വേണ്ടേ? എടോ സോറി പറഞ്ഞില്ലേ, അത് വിട്, എന്ന് പറ്റിപ്പോയതാ. അല്ല നീ ഇപ്പം എവിടെയുള്ളേ? തറവാട്ടിലൊരു പരിപാടി ഉണ്ട്. ഇപ്പോൾ വിനോദിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അമ്മയൊക്കെ രാവിലെ ഇവിടെ എത്തി. തറവാട്ടിൽ എന്ത് പരിപാടി? അത് ഇന്ന് മുത്തശ്ശിൻ്റെ ആണ്ടാ. അപ്പം എല്ലാ കുടുംബക്കാരും വന്നിട്ടുണ്ട്. അല്ല അതാ താൻ എന്നോട് പറയാത്തേ? അതൊന്ന് നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് വിചാരിച്ചതാ. പിന്നെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ. ഈ ആണ്ടെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചൊന്നല്ലല്ലോ. നിനക്കൊന്ന് ഫോണിലൂടെ എന്നോട് പറഞ്ഞോടാരെ. അല്ലാതെ ഇന്നത്തെ പരിപാടി ഇന്ന് എന്നോട് പറയാൻ പറ്റുന്നത് എന്താ ചെയ്തു? ഇത് ആണ്ട് തന്നെയല്ലേ, പിന്നെ നമ്മുടെ വീട്ടിലൊന്നും അല്ല, തറവാട്ടില്ല. അതാ പിന്നെ പറയാതിരുന്നത്. എപ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ പോരെ.